എന്നാ തുടങ്ങല്ലേ? പറയുന്നത് ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താനല്ല, പിന്നെയാണോ ഉറക്കം നടിക്കുന്നവരെ? ഞങ്ങൾ ഈ പാടുന്നത് താരാട്ട് പാട്ടുമല്ല, പിന്നെയാണോ ഉണർത്ത് പാട്ട്. എല്ലാവരും ഉണർന്ന ഈ ഭാരതത്തിന് ഇതെന്ത് പറ്റി? നമ്മുടെ യുവത്വത്തിന് ഇതെന്ത് പറ്റി? ജീവിതം പടുത്തു വരുത്താൻ മാതൃരാജ്യം ഉപേക്ഷിക്കുന്നവർ, എറിയുന്ന ലഹരി, എറിയുന്ന ജീവനുകൾ. പക്ഷേ ഞങ്ങൾ ഈ പറയുന്നത് ഇതിനെക്കുറിച്ച് ഒന്നുമല്ല. ഞങ്ങൾ വിരൽ ചൂണ്ടുന്നത് യുവാക്കളുടെ മനസ്സാക്ഷിയിലേക്ക്. മാനവരാശിയുടെ പതനം നിശ്ചയമൂലച്യുതിയും കേൾക്കുന്നയ്യോ. സത്യം ജയ ജയ 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 സത്യം ജയ ജയ. സത്യമോ ധർമ്മമോ? നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഇത് സ്വാർത്ഥത മെനഞ്ഞുണ്ടാക്കിയ കലിയുഗം. ഇവിടെ സത്യവുമില്ല, ധർമ്മവുമില്ല. സത്യവുമില്ല, ധർമ്മവുമില്ല. ധർമ്മത്തിനർത്ഥമേ തെല്ലുമില്ല. ധർമ്മത്തിനർത്ഥമേ തെല്ലുമില്ല. കൂട്ടുകൂടാനും കൂട്ടിച്ചേർന്നോരോ കൊച്ചു കുടുംബം കാവലിരിക്കാം കണ്ണിമ ചിമ്മാതെ. എത്ര വിശിഷ്ട വിഭൂമിതൻ സ്വർഗം, എത്ര വിശിഷ്ട വിഭൂമിതൻ സ്വർഗം. കുടുംബം എന്നത് ഒരു കുഴപ്പം പിടിച്ച സംഗീതമല്ല. ഞാനും നീയും വരുന്നത് ആ പ്രഹേളിക്കയിൽ നിന്ന് തന്നെയല്ലേ? ആവശ്യമുണ്ടെന്നേ ഈ ചട്ടക്കൂടുകളെ പൊളിച്ചു മാറ്റാൻ സമയമായി. ഈ ആട്ടങ്ങൾക്കായുള്ള കാഹളങ്ങൾ മുഴങ്ങി തുടങ്ങി. കാലത്തിനൊപ്പം ചിന്തിക്ക് വേണ്ടേ? എനിക്ക് ശരീരമായൊരു മനസ്സായാലും ഹൃദയത്തിന് ബുദ്ധി കൊണ്ട് വിലയിടരുതെന്നാണ് പറയുക. പക്ഷെ തൽക്കാലത്തേക്ക് ഹൃദയത്തെ മരവിപ്പിച്ച് നിർത്തി ബുദ്ധിക്കൊപ്പം ഞാൻ പോകുന്നു. നീ പറഞ്ഞ ശരിയാ. ഹൃദയം കാണുന്ന അക്ഷര പച്ചകളിലേക്ക് സ്വതന്ത്രമായി നമുക്ക് നടന്നില്ല. ഉത്തരവാദിത്തമുള്ള പിൻവലികൾ നമ്മൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. കുടുംബമേ, ഇനി മഹിളയല്ലേ മലിനമാക്കപ്പെടുന്നു? സ്നേഹത്തിന് നിങ്ങൾ കാമം കൊണ്ട് വിലയിടുന്നുവോ? ചെയ്യരുത്. അധമ വികാരങ്ങൾ കൊണ്ട് കുടുംബത്തിൽ നിങ്ങൾ ചെയ്യരുത്. കൂട്ടുകൂടാനും കൂട്ടിച്ചേർത്തൊരു കൊച്ചു കുടുംബം കാവലിരിക്കാം കണ്ണിമ ചിമ്മാതെ. നിർത്ത്. ഒരു ശബ്ദം ശ്രദ്ധിച്ച് കേൾക്ക്. ഒരു കുഞ്ഞു ശബ്ദം, ഒരു മണം മാറാത്ത ഒരു കുഞ്ഞിന്റെ ശബ്ദം. മധുവിധുവിന്റെ മധുരം മാറാത്ത അവരുടെ മകൾക്ക് എന്തോ രാശിയുണ്ടെന്ന് അവർ തന്നെ പറയട്ടെ അല്ലേ? കല്യാണം കഴിഞ്ഞ വർഷം ഒന്നാകുമ്പോഴേക്കും നമുക്ക് ഈ കുഞ്ഞ് വേണ്ട. കുഞ്ഞു നോക്കാൻ നമുക്ക് പാട്ടില്ല. നമ്മുടെ കുഞ്ഞിനെ കൊന്നു കളയാനാണ് പറയുന്നത്. ഹൃദയം കൊണ്ട് ചിന്തിക്കാതെ ബുദ്ധി കൊണ്ട് ചിന്തിക്കും. പ്രായോഗിക ബുദ്ധിയെ കൂട്ടുപിടിക്കും. എന്റെ കരിയർ, നമ്മുടെ ജീവിതം ഒന്ന് സെറ്റ് ആവട്ടെ. ശരിയാ. ജോലി, പഠിപ്പ്, അങ്ങനെയെല്ലാം ഞാൻ മറക്കേണ്ടി വരും. ഒരു അമ്മയാവാൻ എന്റെ മുമ്പിൽ ഇനിയും ഏറെ വർഷങ്ങളുണ്ട്. നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട. നിന്റെ കുഞ്ഞിന് കാവൽ നിൽക്കേണ്ടവർ, എന്നിട്ടും നീ ആ കുഞ്ഞിനെ കൊന്നു. സ്വാർത്ഥത തലക്ക് പിടിച്ച
മനസ്സ് നിന്റെ സ്വസ്ഥത കെടുത്തും. അസ്വസ്ഥമായ രാത്രികൾ നിന്റെ സ്വപ്നങ്ങളെ കവർന്നെടുക്കും. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും പൊട്ടിക്കരഞ്ഞു തീർത്താലും കുഞ്ഞു ജീവൻ തരമാകുമോ? നിനക്കും ഉണ്ടാകുമായിരുന്നില്ലേ സ്നേഹിക്കാനും ലാളിക്കാനും അമ്മയെന്ന് വിളിച്ചതുപോലെ കൂടെ നടക്കാനും ഇതുപോലൊരു കുഞ്ഞ്. എന്നിട്ടും നീ ആ കുഞ്ഞിനെ കൊല്ലാൻ വിധി പറഞ്ഞില്ലേ? വിധി വിധി കേൾക്കൂ കൂട്ടരെ, കേൾക്കൂ. മനുഷ്യ ജീവന്റെ വില മനസ്സിലാക്കാത്ത ഇവൾക്ക് സൃഷ്ടാവ് കൊടുത്ത ശിക്ഷ. ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാരെ കാണാൻ കൊതിയാവുന്നു. ഡോക്ടറെ ഞങ്ങളെ സഹായിക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനങ്ങളാണ്. നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കണം, ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല. ഉത്തരവാദിത്തമുള്ള ലക്ഷ്യങ്ങൾ സ്വാർത്ഥതയാണ്. നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വേണ്ടത് ആ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കാമായിരുന്നു. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? കുഞ്ഞു ജീവൻ ഉത്തരമാകുമോ? പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? നെഞ്ചു പൊട്ടിക്കരഞ്ഞു തീർത്താലും കുഞ്ഞു ജീവൻ ഉത്തരമാകുമോ? ഇതിനൊരു പ്രതിവിധിയില്ലേ? എന്ത് പരിഹാരം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പരിഹാരമോ? എന്ത് പരിഹാരം? ഇവളുടെ ഉദരത്തിൽ വെച്ച് വെട്ടിനിർത്തിയ കുഞ്ഞിന്റെ ശാപം ജീവാവസാനം വരെ നിന്നെ പിന്തുടരും. ഒരു പെണ്ണിനെ അബോർഷന് നീ പ്രേരിപ്പിച്ചില്ലേ? ഒരമ്മ മനസ്സിന് നീ കൊലപാതകയുടെ ചായ നൽകിയില്ലേ? അബോർഷൻ ചെയ്യാൻ സഹായിക്കുന്നവരും പ്രേരിപ്പിക്കുന്നവരും എല്ലാം കൊലപാതകം തന്നെയാണ് ചെയ്യുന്നത്. നീ പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങാൻ ഈ സമൂഹത്തിലേക്ക്, അന്ധകാരം നിറഞ്ഞ ഹൃദയങ്ങളിലേക്ക് പ്രകാശം പരത്തുന്ന പന്തങ്ങളാണ്. 7 തലമുറ പന്തങ്ങൾ 7 തലമുറ ഏറ്റുപാടും നീതി പന്തങ്ങൾ. കുടുംബത്തിന്റെ അസ്തിത്വമില്ലാത്ത
പേരിനാണ് കൂടാതെ വെക്കുന്നത്. കൂട്ടിരിക്കാനും കൂട്ടുകൂടാനും കൂട്ടിച്ചേർക്കപ്പെട്ട ആ കുടുംബത്തിൽ നിന്ന് നിസ്സഹായരുടെ നിലവിളികൾ ഉയരരുത്. ഒരു രാജ്യത്തിന്റെ പുരോഗതി അതിലെ കുഞ്ഞു ജീവനുകൾക്ക് ആ രാജ്യം നൽകുന്ന സംരക്ഷണത്തെ നോക്കിയാവണം. കുഞ്ഞു ജീവനുകൾക്ക് സംരക്ഷണം നൽകാത്ത ഒരു നിയമവും വിദൂര ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്നില്ല. യുവാക്കളെ, യൗവനകാലത്ത് സന്താനങ്ങളാൽ ആവരായി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. ഉണരൂ യുവാക്കളെ, ഉണരൂ. നീ ഒരു കാവൽ